വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ പോകുന്നത് നമ്മൾ തലാത്തിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, കമന്റ് ഉണ്ടാക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്താം. അവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേത ബേബിയുടെ ചോറൂണാണ്. ഞാനും വാവയും അമ്മയും അമ്മാമ്മയും അങ്ങനെയും ഉണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് കാശൻ, സോജാപ്പി, ജാക്കി മാമൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും പോയിട്ട് നമ്മുടെ കാശേട്ടനൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ഇനി വളരെ കൊന്നപ്പോവാണെങ്കിൽ ഫ്രണ്ട്സ് എന്തായാലും വിഷു ഒക്കെ വരികയാണ്. അപ്പം നമ്മളൊരു ഒരു കുറേ കൊന്നപ്പൂ പിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, ഇത്രേ ഉള്ളൂ. പക്ഷെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ എന്തായാലും കേത ബേബിയുടെ ചോറൂണിനുള്ള ആ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോൾ നമ്മുടെ കേതവാവിയുടെ ചോറൂണായിരുന്നു. കുനുമ്പാക്കുളം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ചോറൂണ്. കാശിയും സോജയും വാവയും മിമോസിൻ്റെ മാമനും എല്ലാവരും ഇന്നലെ രാത്രി തന്നെ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈകിയാണ് കേട്ടോ കേതയ്ക്ക് ചോറ് കൊടുക്കുന്നത്. കുറേ സാഹചര്യങ്ങൾ കൊണ്ട് നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ 8 മാസം ആവുന്നു. ഇപ്പോഴാണ് അവർ കൊല്ലത്തേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ചോറൂണ് കഴിഞ്ഞിട്ട് അവർ ഇന്ന് തന്നെ തിരിച്ചു പോയി. അപ്പോൾ എന്താ നല്ല രസമായിരുന്നു. കേതവാവ നല്ല ഉറക്കമായിരുന്നു. ചോറൂണിൻ്റെ സമയമായി. ചെണ്ട കൊട്ടുന്നൊക്കെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കേത എഴുന്നേറ്റ് ചോറും പായസമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടു. മിമോസിനും കാശിക്കും ഒക്കെ കൂനമ്പാക്കുളത്ത് ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ കൂനമ്പാക്കുളം അമ്പലത്തിലും ചോറ് കൊടുത്തു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലും കാശിക്കും മിമോസിനും ചോറ് കൊടുത്തായിരുന്നു. കാരണം 2 അമ്മമാർ 2 പേരും നേർന്നപ്പോൾ 2 സ്ഥലത്തായിപ്പോയി. അതുകൊണ്ട് 2 ആൾക്ക് 2 സ്ഥലത്തും ചോറ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കേതവാവിക്ക് ഇവിടെ കൂനമ്പാക്കുളത്ത് മാത്രമേ ഉള്ളൂ. ഇനി ഗുരുവായൂർ തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് തുലാഭാരം നേർച്ചയുണ്ട്. അതിന് മാത്രമേ കേതവാവിനെ നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ കേതവാവതെ ആദ്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിച്ചു. പെട്ടെന്ന് പുതിയ ടേസ്റ്റൊക്കെ വന്നപ്പോൾ അവനിങ്ങനെ അമ്പരന്ന് എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. പായസവും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് കേതവാവിക്ക് വായിൽ കുറേശ്ശെ പായസമൊക്കെ വെച്ച് കൊടുത്തു. പായസം കൊടുക്കുമ്പോൾ മാത്രം കേത ഭയങ്കര നല്ല ചിരിച്ചിരുന്ന് പായസം കുടിക്കുന്നുണ്ടായിരുന്നു. ചോറ് കൊടുക്കുമ്പോൾ വേറെ എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മധുരം ചെന്നപ്പോൾ അവനൊരു പുതിയൊരു ടേസ്റ്റ് വന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചോറൂണിന് ജെയ്സനായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നത്. അവിടെ അമ്പലത്തിൽ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ കൂടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നില്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് തന്നെ അവർ ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തരും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ജെയ്സനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. ജെയ്സൺ രാവിലെ തന്നെ വന്ന് കുഞ്ഞാവയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇനിയിപ്പോൾ വിഷുവൊക്കെ വരുന്നത് കൊണ്ട് വിഷുവിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ അവൻ്റെ എടുത്തു. അവൻ്റെ ആദ്യത്തെ വിഷുവാണല്ലോ വാവയുടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ കൊന്നമരം ഒരുപാടുണ്ട് കൂനമ്പാക്കുളം അമ്പലത്തിൻ്റെ പരിസരത്ത്. ആ കൊന്നമരത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ഫോട്ടോസ് ഊഞ്ഞാലിലും ഒക്കെ ഇരുത്തിയിട്ട് വാവേൻ്റെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കേതേൻ്റെ അച്ചമ്മയാണിത്, മിമോസിൻ്റെ അമ്മ വന്നിട്ട് കേതവാവയ്ക്ക് ചോറൊക്കെ വായിൽ വെച്ച് കൊടുത്തു. കേതവാവ ശരിക്കും പറഞ്ഞാലും അവർ എറണാകുളത്തായതുകൊണ്ട് അവൻ നമ്മളെ എപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ഇപ്പം അധികം അവനെ കാണിക്കാറില്ല. ഫോണിൽ ഇങ്ങനെ കാണിക്കലൊന്നുമില്ല. അതുകൊണ്ട് അവന് വലിയ പരിചയമില്ല. എല്ലാവരും കൊല്ലത്തായതുകൊണ്ട് അതുകൊണ്ട് അവൻ ആദ്യം നമ്മളെ കാണുമ്പോൾ ഇത്തിരി ഒരു മടിയാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ കരയുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ കമ്പനിയാവും. അങ്ങനെയാണ് കേത. കുറച്ച് സമയം പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇതുപോലെ കരയാൻ തുടങ്ങും. ഇതിപ്പോൾ കരയുന്നത് അമ്മ വായിൽ ഒരുപാട് ചോറ് വെച്ച് കൊടുത്തിട്ട് അമ്മ താടിയിൽ പിടിച്ച് നോവിച്ചെന്ന് തോന്നുന്നത് അവൻ കരയുന്നത്. അത് കഴിഞ്ഞിട്ട് സോജയുടെ ചേച്ചി, അതായത് മിമോസിൻ്റെ സോജമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ മോനും എല്ലാവരും വന്ന്. കൊച്ചു കുട്ടികൾക്കാണല്ലോ കൂടുതൽ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കുഞ്ഞാവയ്ക്ക് ചോറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും ഇളയ ആളാണിത് കേതവാവ. അത് കഴിഞ്ഞിട്ട് സോജയുടെ അമ്മ വന്നിട്ട് ചോറ് വെച്ച് കൊടുത്തു. ഇവിടെ ബാക്കിൽ ക്യൂ ആയിട്ട് ഇങ്ങനെ മിമോസും കാശിയൊക്കെ നിൽക്കുമായിരുന്നു. ആദ്യമുണ്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ ബാക്കിൽ നിൽക്കുക ഓരോരുത്തർക്ക് ചോറ് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിമ്മൂസ് വന്നു കേതവാവയ്ക്ക് ചോറ് കൊടുത്തു. ചോറല്ല, കേതവാവയ്ക്ക് പായസമാണ് കൊടുത്തത്. നേരത്തെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ പായസം വായിൽ വെച്ചിട്ട് ആ തരിയില്ലാതെ ആ ഒരു മധുരം കിട്ടുന്ന പോലെ മാത്രം ഒരു ഇത്തിരി നാവൽ തൊട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാരണം അവന് പായസം ആയതുകൊണ്ട് അവൻ വാതിർന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേണ്ട കാശിച്ചേട്ടൻ വന്നു, വലിയ ചേട്ടനായി. കാശിച്ചേട്ടൻ വന്നിട്ട് ചോറൊക്കെ വെച്ച് കൊടുത്തു, പായസം വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ശിവക്കുട്ടൻ ചോറ് വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അവന് നാണമായിട്ട് അവൻ ചോറ് വെച്ച് കൊടുക്കുന്നില്ലായിരുന്നു, അവൻ മാറി മാറി നിൽക്കുമായിരുന്നു. കിച്ചു ഉണ്ടായിരുന്നെങ്കിൽ ശിവൻ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിന്നേനെ. കിച്ചു ഇല്ലായിരുന്നു, അതുകൊണ്ട് ശിവനും വെച്ച് കൊടുത്തില്ല. നാവിൽ അവന് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ മാറി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ അങ്ങേച്ചമ്മയും എല്ലാ ആദിച്ചേട്ടനും എല്ലാവരും വന്നിട്ട് വാവയ്ക്ക് ചോറൊക്കെ കൊടുത്തു. നമ്മൾ കേതയുടെ അച്ഛമ്മയുടെ വീട്ടുകാരും അമ്മമ്മയുടെ വീട്ടുകാരും ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായുള്ളൂ ചോറ് കൊടുക്കാനായിട്ട്. കുറേ നേരമായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്കിൽ നിന്നെങ്കിൽ കുറച്ച് നേരപ്പോൾ ഞാൻ വന്നിട്ട് കേതവാവയ്ക്ക് പായസം വെച്ച് കൊടുത്തു കേട്ടോ. പനി ആയതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു, കേതവാവയ്ക്ക് പനി വന്നാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ആ ചോറ് കൊടുക്കുന്ന സമയമായപ്പോൾ അവന് ഫേസ് കണ്ടേ, അതുകൊണ്ട് മാത്രം മാസ്ക് മാറ്റിയിട്ട്, പക്ഷെ അവൻ ശരിക്കും നോക്കുന്നേ ഇല്ലായിരുന്നു. എന്നിട്ട് അവന് പായസം വെച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ മാറി. പനി ആയതുകൊണ്ട് അധികം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയില്ല. 2 ദിവസമായിട്ട് പനിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ശബ്ദമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. 2-3 ദിവസമായി പനി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് വോയിസ് കൊടുക്കണ്ട, എന്തെങ്കിലും മ്യൂസിക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇരുന്നതാണ്. പക്ഷേ പറ്റിയ മ്യൂസിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല, സ്ഥിരം വോയിസ് കേൾക്കുന്നവരാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് ഓർത്തിട്ടാണ് അങ്ങ് വോയിസ് കൊടുക്കാനിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചോറൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചോറൊക്കെ വെച്ച് കൊടുത്തു. ലാസ്റ്റ് വെച്ച് കൊടുത്തത് നമ്മുടെ വാവയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ എഴുന്നേറ്റു. പിന്നെ കുറച്ച് സമയം കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ജെയ്സൺ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ജെയ്സനെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു, ഫാമിലി ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ജെയ്സൺ തന്നെയായിരുന്നു നമ്മുടെ നൂലുകെട്ടിനും ജെയ്സനായിരുന്നു വന്നത്. അത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മമ്മ കേതവാവിനെ എടുത്ത് കുറച്ച് നേരം നിന്നു. അമ്മമ്മയ്ക്ക് 2 ദിവസമായിട്ട് വീട്ടിൽ ബഹളമായിരുന്നു, അവനെ എടുക്കാൻ തോന്നുന്നു. എറണാകുളത്തായതുകൊണ്ട് എപ്പോഴും പോക്ക് നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഷോപ്പുള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് അടച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ വരുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്ക് മിമ്മൂസിന് ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോഴാണ് കേതേൻ്റെ അവിടെ സ്റ്റേ ചെയ്യുകയും അവൻ്റെ കൂടെ കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പിച്ച് 1-2 തവണ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതേ എല്ലാവരും, സോജയുടെ അച്ഛനാണ് കേട്ടോ ഇത്, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ വ്ളോഗ് എടുക്കുന്നതിന് കളിയാക്കും. ഇവന്മാർ ഒരു ടീം തന്നെയുണ്ട്, എല്ലാവരും വന്ന് നിന്ന് ഇങ്ങനെ കളിയാക്കും. വീഡിയോ എടുക്കുന്നതിന് വ്ളോഗർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ശരിക്കും ചമ്മലവന്മാർ ഓരോന്നും പറയുന്നതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ തുമ്പി ചേച്ചി നമ്മുടെ അഭിച്ചനും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അഭിച്ചനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഫോട്ടോസ് എടുക്കുന്നത്. കാരണം ക്യാമറ തട്ടിയിട്ട് അബിയുടെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ജെയ്സൺ ഫോട്ടോസ് നോക്കി നിൽക്കുമായിരുന്നു, അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇവൻ അതിൻ്റെ അടിയിൽ നിന്നിട്ട് ക്യാമറ കണ്ണിൻ്റെ അടിയിൽ തട്ടിയിട്ട് കണ്ണിൻ്റെ താഴെ ശരിക്കും ചോര പൊടിയുന്ന പോലെ നല്ലതായിട്ട് മുറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പല കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ ഇത്. അവിടെ കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടി, ഊഞ്ഞാലിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് സോജ ഇവരെല്ലാവരും കൂടെ ഇത്രയും ഒരു സൈഡിലേക്ക് പോയി. കാരണം ഫ്രഷപ്പ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വരാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും പോയത്. പിന്നെ അതേ ജെയ്സൺ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മിമ്മൂസിനെ ഊഞ്ഞാലാട്ടുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരുപാട് സന്തോഷമുള്ളൊരു കുഞ്ഞു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.